യെസ്, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോട്ടയം RITയിൽ ബിടെക്കിന് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയേക്കണവർക്കുള്ള ഇൻസ്ട്രക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡേറ്റുകൾ 31 8:30 CS ആണ്. 31 1 മണിക്ക് റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. 1 രാവിലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങും ഉച്ചയ്ക്ക് 1 മണി മുതൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങുമാണ്. 2 മണിക്ക് രാവിലെ സിവിൽ എഞ്ചിനീയറിങ്ങും ഉച്ചയ്ക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങുമാണ്. 4 8:30 അതായത് രാവിലെ BRK ആർക്കിടെക്ചർ. രാവിലെ ആ ഒരു ദിവസം BRK കൊടുത്തേക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു എക്സ്ട്രാ ദിവസം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാവരും ഈ ഡേറ്റിൽ തന്നെ ചെല്ലാനായിട്ട് ശ്രദ്ധിക്കാം. ഇൻസ്ട്രക്ഷൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും തന്നെ RITയിൽ അഡ്മിഷൻ കിട്ടിയേക്കണ എല്ലാവരും തന്നെ ഈ ഒരു ലിങ്കിലൂടെ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞേക്കണത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം ET ലാബിൻ്റെ പറഞ്ഞില്ലേ, അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യേണ്ടത് BTech റെഗുലറാണ്. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യുക. നിങ്ങളുടെ പേര്, ലാസ്റ്റ് നെയിം ആവശ്യം ഉണ്ടെങ്കിൽ കേട്ടോ, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, അക്കാദമിക് ഇയർ കൊടുത്തിട്ടുണ്ട്, ഫോൺ നമ്പർ, മെയിൽ ID. അപ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു റെഫറൻസ് നമ്പർ കിട്ടും. അത് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇവിടെ അപ്ഡേറ്റ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ആ റെഫറൻസ് നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അടിക്കുമ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ ഫില്ല് ചെയ്യാണ്ട് അത് ഫില്ല് ചെയ്യുക. സ്റ്റാർ ഇട്ടേക്കണൊക്കെ മാൻഡേറ്ററി ആണ്, നിർബന്ധമായിട്ട് ഫില്ല് ചെയ്യണം. ബാക്കി നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാണ് ആദ്യത്തെ കാര്യം പറഞ്ഞേക്കണേ. എന്താ, രജിസ്ട്രേഷൻ ചെയ്യാൻ പറഞ്ഞേക്കണേ കേട്ടോ. ഇനി അതിൻ്റെ ആ ഒരു BRK ആണെങ്കിൽ BRKൻ്റെ ഇതിൽ ക്ലിക്ക് ചെയ്യാമോ കേട്ടോ. ഞാനിപ്പോൾ BTechൻ്റെ കാര്യം പറഞ്ഞെന്നുള്ളൂ. പിന്നെ ഇവിടെ ടേക്ക് എ പ്രിൻ്റ് ഔട്ട് ഓഫ് ആപ്ലിക്കേഷൻ ഫോം എന്നുണ്ട്. ഒരു റീസൺ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണം, ഫോട്ടോ വേണം. അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ സിഗ്നേച്ചർ ഇടണം. ബാക്കിയുള്ള പേജ് ഉൾപ്പെടെ എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കൊരു ID കാർഡ് വേണം, ലൈക്ക് ആധാർ കാർഡോ വോട്ടർ IDയോ പാസ്പോർട്ടോ ഡ്രൈവിംഗ് ലൈസൻസ് എനിത്തിങ് ഉപയോഗിക്കാം. ഇനി ഇഫ് ദ സ്റ്റുഡൻസ് അൺഎബിൾ ടു അറ്റൻഡ് ദ അഡ്മിഷൻ പ്രോസസ് ഓതറൈസ്ഡ് പേഴ്സൺ കൊണ്ടുവരാം. അപ്പോൾ അതിന് ഒരു ഫോമാറ്റ് ഉണ്ട്. മേ ബി അത് ഈ വെബ്സൈറ്റിൽ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ കീമിൻ്റെ പ്രോസ്പെക്ടസിലുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ പ്രൊസീജിയറിൽ ഹാജരാവാൻ പറ്റില്ല, അതിന് പകരം വേറൊരാളെ വിടാനുള്ള ഒരു ഇത്. അപ്പോൾ അതിനായിട്ട് ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ട് ഒപ്പിടിക്കണം, നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കണം ആ ഫോമാറ്റിൽ. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അത് ആ ഫോമാറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നിങ്ങൾ കോളേജിൽ ചെന്നിട്ട്, അതായത് ഗ്രൗണ്ട് ഫ്ലോർ അറ്റ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കാണ് RITയിൽ നിങ്ങൾ ചെല്ലേണ്ടത്. എന്നിട്ട് ഹെൽപ്പ് ഡെസ്കിൽ ടോക്കൺ എടുക്കുക. കാരണം നമുക്കറിയാമല്ലോ കുറേ പേരുണ്ടാവും. സോ ആദ്യം ചെല്ലണവർ ടോക്കൺ എടുക്കുമ്പോൾ ആദ്യത്തെ കിട്ടും. അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ ടോക്കൺ എടുത്തേക്കുക. എന്നിട്ട് വെയിറ്റിംഗ് റൂമിൽ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കണേ. പിന്നെ എപ്പോഴും പറയണ പോലെ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഓർഡർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പോൾ എന്തിൻ്റെയൊക്കെ കോപ്പീസ് പറഞ്ഞിട്ടുണ്ടോ ആ ഒറിജിനലിൻ്റെ തൊട്ട് പുറകിൽ അതിൻ്റെ കോപ്പീസും വെച്ചേക്കുക കേട്ടോ. ഇനി നിങ്ങളെ വിളിക്കുന്നത് ആ ഒരു ടോക്കൺ നമ്പർ അനുസരിച്ചിട്ടാണ്. സോ നിങ്ങൾ ആദ്യം ചെന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആദ്യം ചെന്ന് ആ ടോക്കൺ നമ്പർ വാങ്ങാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ടാണ് ഒപ്പിടിക്കാൻ പറഞ്ഞേക്കണം ഫോട്ടോ കോപ്പീസ്. പ്ലീസ് ടേക്ക് സഫിഷ്യൻറ്റ് ഫോട്ടോ കോപ്പീസ് ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ട് ഒപ്പിടിക്കാനാണ് പറഞ്ഞേക്കണത്. പിന്നെ എല്ലാ സർട്ടിഫിക്കറ്റും വെരിഫൈ ചെയ്യും, എന്നിട്ടാണ് നമുക്ക് അഡ്മിഷൻ ഉറപ്പാകുന്നത്. പിന്നെ നിങ്ങളുടെ ആ സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ അവിടെ സൂക്ഷിക്കുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കഴിയുമ്പോൾ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ അഡ്മിഷൻ മെമ്മോ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദ അഡ്മിഷൻ പ്രോസസ് യു വിൽ റിസീവ് ആൻ അഡ്മിഷൻ മെമ്മോ ഡൗൺലോഡ് ഫ്രം കീ വെബ്സൈറ്റ്. പ്ലീസ് എൻഷുർ ടു കളക്ട് ദിസ് അഡ്മിഷൻ മെമ്മോ ബിഫോർ ലീവിങ് ദ കോളേജ് എന്നാണ്. അതായത് നിങ്ങളുടെ കീമിൻ്റെ വെബ്സൈറ്റിൽ മേ ബി നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ മെമ്മോ കിട്ടുന്നത്. പക്ഷേ അത് കോളേജിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് എൻഷുർ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഹോസ്റ്റൽ അഡ്മിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതിൻ്റെ വെബ്സൈറ്റിലുണ്ട് ഹോസ്റ്റൽ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ ഇൻസ്ട്രക്ഷനൊക്കെ. അപ്പോൾ അത് നോക്കിയിട്ട് അതുപോലെ ചെയ്യാം.
സർട്ടിഫിക്കറ്റിൻ്റെ ഓർഡർ ഇതുപോലെ തന്നെ വെക്കാം. പിന്നെ നമ്മൾക്ക് ഇവിടെ ഫീസ് വരുന്നത് 15,000 രൂപയാണ് ഫീസ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങളുടെ ഇവിടെ ട്യൂഷൻ ഫീസ് ഈ ഫീസിൽ പറയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ എമൗണ്ട് ഫുൾ അടക്കേണ്ടി വരും. അതായത് ഇവിടെ 15,000 രൂപ ആണ്. അവിടെ കൂടുതൽ അതിൻ്റെ ആ ഒരു ഫീസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് CET ഇട്ടേക്കണ പോലെ ഇട്ടിട്ടില്ല. ഇവിടെ 15,000 എന്നുള്ളൊരു എമൗണ്ടാണ്. അത് ക്യാഷായിട്ടോ GPay ആയിട്ട് ചെയ്യാം. അത് നേരത്തെ അടച്ചിട്ട് ചെല്ലണം എന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവർ ബ്രാഞ്ച് വൈസ് ടീച്ചർ ഇൻചാർജിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിതിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് RITയുടെ ഇൻസ്ട്രക്ഷൻ കൊടുത്തേക്കണേ. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് നോക്കിയേക്കട്ടെ കേട്ടോ. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസിന് വെബ്സൈറ്റിൽ നിങ്ങൾ പോകുന്നതിന് മുമ്പ് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.